നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സതീശനിസം എന്നൊരു സംഭവമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞ ഒരു വാചകമാണ്. കേരളത്തിൽ പിണറായിസവും ഇല്ല, സതീശനിസവും ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇസം എപ്പോഴും വരുന്നത് കമ്മ്യൂണിസത്തിനകത്താണ്. അതായത് സ്റ്റാലിനിസം, പിണറായിസം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്കാണ് ഇങ്ങനെ ഒരു ഇസം ചേർത്ത് പറയുന്നത്. അത് കോൺഗ്രസ്സിൽ പൊതുവേ ഉള്ള ഒരു സംഭവമല്ല. അതായത് നെഹ്റു ഇസമെന്നോ അല്ലെങ്കിൽ സോണിയ ഇസമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ കോൺഗ്രസ്സിൽ പറയാറില്ല. കാരണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ജനാധിപത്യപരമായിട്ടുള്ളൊരു പാർട്ടിയാണ്. അതിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളൊരു പാർട്ടിയാണ്. നമുക്കറിയാലോ, കോൺഗ്രസ് പിളരും തോറും പിളരും എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പം അങ്ങനെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പം ആ പാർട്ടിക്ക് ഒരു ഇസം അവരാരും എന്തായാലും കോൺഗ്രസ്സിലുള്ള പാർട്ടിയിലുള്ള ആരും അങ്ങനെ ഒരു ഇസം മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പം അൻവർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇലക്ഷന് മുന്നായിട്ട്, നിലമ്പൂർ ഇലക്ഷന് മുന്നേ ഒരു ദിവസം പ്രസംഗിച്ചപ്പോഴാണ് ഇത്തരമൊരു പ്രസ്താവന പറഞ്ഞത്. അത് അദ്ദേഹം എന്ത് ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്? ഒരുപക്ഷെ സതീശനെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് ജയിച്ചാലും തോറ്റാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സതീശനാണെന്ന രീതിയിലാണ് സംസാരം. അങ്ങനെ ഒരു സംസാരമൊക്കെ അൻവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, അൻവർ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അൻവറിന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. കാരണം തിരിച്ച് വീണ്ടും CPM-ലേക്ക് ചെല്ലാൻ അൻവറിന് സാധ്യമായിരിക്കില്ല. പിന്നെ എന്താ പറയുക, ഇവരുടെ കോൺഗ്രസ് കൊടുക്കത്തില്ല. അപ്പൊ അൻവറിന്റെ കാര്യം വളരെ ശോകാവസ്ഥയിൽ തന്നെ ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.